ഒടുവിൽ അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും കേരളത്തിലേക്ക് വരില്ല എന്ന് സ്പോൺസറുടെയും തുറന്ന പറച്ചിൽ. മെസ്സി വരില്ല എന്ന വിദേശ മാധ്യമ റിപ്പോർട്ടുകളെ ആശ്രയിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ വരുമെന്നായിരുന്നു സ്പോൺസറുടെ അവകാശവാദം. ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ AFAയുമായിട്ടുള്ള ചർച്ചയിൽ ധാരണ. കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ, പ്രഖ്യാപനം ഉടനെന്നാണ് സ്പോൺസറായ ആൻഡോ അഗസ്റ്റിൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നത്. അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്പോൺസർ ഈ വിഷയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കേരളത്തെ പഴിക്കുകയാണ് AFA ഭാരവാഹികൾ. കേരളം മത്സരത്തിന് സജ്ജമല്ലെന്ന് AFA ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നും റിപ്പോർട്ടുണ്ട്. നവംബർ 17-ന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും അവകാശപ്പെട്ടത്. നേരത്തെ ലുവാണ്ടയിൽ അങ്കോളയ്ക്കെതിരായ അർജന്റീനയുടെ മത്സരത്തിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരുന്നു. എന്നാൽ ഇന്ത്യൻ പര്യടനം നടക്കാൻ സാധ്യതയില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നപ്പോഴെല്ലാം സ്പോൺസർമാർ അത് നിഷേധിക്കുകയായിരുന്നു. അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു. പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്നും 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും കഴിഞ്ഞ വർഷം നവംബറിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിക്കുന്നത്. അതേസമയം അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമില്ലെന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. സീറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി സ്റ്റേഡിയത്തിൽ സ്റ്റെബിലിറ്റി അനാലിസിസ് വരും ദിവസങ്ങളിൽ നടക്കും. ഇതിനുശേഷമാകും അന്തിമ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം അവകാശവാദങ്ങളെല്ലാം സ്പോൺസറുടെ തുറന്നു പറച്ചിലൂടെ പൊളിഞ്ഞിരിക്കുകയാണ്.